മാഷ് ഫോൺ ചെയ്തപ്പോ ഇവിടുന്ന് വന്നത് ഹെഡ് കോൺസ്റ്റബിൾ സുകുമാരൻ നായരും കോൺസ്റ്റബിൾ വർഗീസുമാണെന്ന് ഉറപ്പല്ലേ? അതെ. അതിന് സുകുമാരൻ നായർ ഇവിടെ വന്നിട്ടേ ഇല്ലല്ലോ. അയാളിന്ന് ലീവാ സാറേ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് വർഗീസ് സർ. വർഗീസ് ഇദ്ദേഹത്തെ അറിയോ? ഏയ് ഇല്ല സാർ. മുമ്പ് കണ്ടിട്ടേ ഇല്ല? എന്തോ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല സാർ. മാഷ് ഇന്ന് ഇവിടെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരോ ചിലർ കയറി പ്രശ്നം ഉണ്ടാക്കിയപ്പോ മാഷ് എനിക്ക് എന്ന പരാതിയിൽ എഴുതിയിരിക്കുന്നത് വർഗീസും സുകുമാരനാരും കൂടി അവിടെ ചെന്നിരുന്നു എന്നാണ്. ശരിയാണോ? അയ്യോ ഇല്ല സാർ, സുകുമാരൻ സാറിന്ന് ലീവാ. ഞാനാണെ നമ്മുടെ ആ രാമൻ വൈദ്യരുടെ ആക്സിഡന്റ് കേസ് അവിടം വരെ ഒന്ന് പോയി വൈദ്യരുടെ മൊഴിയെടുക്കാനേ. അല്ലാതെ ഇങ്ങേര് പറയുന്ന പോലെ ഇവിടെ ആരും വിളിച്ചിട്ടുമില്ല, ഞാനൊട്ട് അങ്ങോട്ട് പോയിട്ടുമില്ല. അയ്യോ, ഞാൻ പറയുന്നത് വിശ്വസിക്കണം സാർ. സത്യം മാത്രമേ ഞാൻ ബോധിപ്പിച്ചിട്ടുള്ളൂ. ഇയാൾ എന്തോ പറഞ്ഞേ? ഇവിടുത്തെ പോലീസ് എല്ലാം കൂടി ഇയാൾക്കിട്ട് പണി തന്ന ഒരുമാതിരി മറ്റേടുത്ത. ഒരു മിനിറ്റ് സർ. എന്താ സാർ? അതായത് ഈ പരാതി പറയാൻ വരുന്ന പാവങ്ങളോട് മാന്യമായിട്ട് പെരുമാറിയില്ലെങ്കിൽ നിന്റെ ഈ ചീർത്ത ശരീരത്തിൽ കയറി ഞാൻ അങ്ങോട്ട് മേയും കിട്ടണോ കോപ്പേ? അപ്പൊ പറഞ്ഞു അതാ നല്ലത്. മാഷുവാ, മാഷി വസ്തു എഴുതി കൊടുത്തു എന്ന് പറഞ്ഞ യശോധരനെ മുമ്പ് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇല്ല. നമുക്കൊന്ന് അവിടം വരെ പോവാം മാഷേ. മാഷിന്റെ ഈ തറവാട്ടിലേക്ക്. അപ്പൊ അങ്ങനെ ചെയ്യാം അല്ലേ? അതാണ് റഷീദ്. മാഷോ? എന്താ മാഷെ പോലീസൊക്കെ ആയിട്ട്? സംതിങ് റോങ്? മിസ്റ്റർ യശോധരൻ അല്ലേ? അതെ. എന്ത് ചെയ്യുന്നു? ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു PWD-യില്. 2 വർഷം മുമ്പ് റിട്ടയർ ചെയ്തു. എന്താ സാർ കാര്യം? അതെ, ഞങ്ങൾക്ക് ഈ പത്മനാഭൻ മാഷിന്റെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടേ. നിങ്ങൾക്ക് ഈ വീട് വിറ്റിട്ട് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ചില വാല്യുബിൾ ഐറ്റംസ്, അതായത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഇവിടെ കാണാണ്ടായിട്ടുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തവന്മാരെ പിടിച്ച് കൊടയുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് അരിച്ചു പറക്കണമെന്ന്. യു ഡോണ്ട് മൈൻഡ്, ഡു യു? ഓ നോ പ്ലീസ്. വാല്യുബിൾ ഐറ്റംസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ സാർ കാണാതായത്? എന്തോ അല്ല, ഈ വാല്യുബിൾ ഐറ്റംസ് കിണ്ടി, പിന്നൊരു കോളാമ്പി. മാഷിന്റെ അച്ഛനപ്പൂപ്പന്മാര് പരമ്പരാഗതമായിട്ട് തുപ്പുന്നല്ലേ, ഭയങ്കര വാല്യുബിൾ അല്ലേ? എനിക്ക് വയ്യ. റഷീദ് സാർ, ദിസ് വേ. ഓക്കെ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ മാഷേ. അപ്പൊ നമുക്കിനി അവന്മാരെ പൊക്കാം, ആ ലോഡിംഗ് അൺലോഡിംഗ് പാർട്ടീസിനെ. റഷീദ് സാർ, വരൂ. ഓക്കെ മിസ്റ്റർ യശോധരൻ, സോറി ഫോർ ദ ട്രബിൾ. ദാറ്റ്സ് ഓൾറൈറ്റ്. ഈ വീട് എത്ര രൂപയ്ക്ക് മേടിച്ചു എന്നാ പറഞ്ഞത്? 10 lakhs. 6 lakhsന്റെ DD ആണ്. ഡ്രോൺ ഓൺ SBI ആലപ്പി. ബാക്കി 4 lakhs ഇൻ ക്യാഷ്. ഞാനും മാഷും തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ്. ഇതൊരു ഹെൽത്ത് റിസോർട്ടായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നാ പ്ലാൻ. ടൈപ്പിന് 2-3 ബിഗ് പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. നെഗോഷിയേഷൻസ് ആർ ഓൺ. ഒരു ചോദ്യത്തിന് ഇത്രയും ഉത്തരങ്ങളോ? വാട്ട് ഡു യു മീൻ?
അല്ല, സാധാരണ കള്ളന്മാരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ ഒരു ഉത്തരം പറയാറുള്ളൂ. പതിവ് തെറ്റിച്ചപ്പോ ചെറിയൊരു കൺഫ്യൂഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. ഇന്നലെ എത്ര എണ്ണം വീശി? ഈശ്വര, പുലിവാലായല്ലോ. അശോക കണ്ടല്ലോ, ഇവൻ നമ്മൾ വിചാരിച്ചോളൊന്നുമില്ല, കാഞ്ഞ മോനാ. തന്നെ എങ്ങനെ അകത്തവൻ കാണുകൂടി ചെയ്തിരുന്നെങ്കിൽ ഞാൻ വരണ്ടുപോയി. സമാധാനപ്പെടു സാറേ, നമ്മളിതത്ര കഴിഞ്ഞതാ. പക്ഷെ ആ പത്മനാഭൻ, അവൻ ഇനി കേസും പറഞ്ഞ് കണ്ടടം കയറി നിരങ്ങരുത്. അതിന് വേണ്ട എന്താണെന്ന് എനിക്കറിയാം. കേറ്. പോവാ. കുപ്പി ഇങ്ങ് വെച്ച്. ഇങ്ങോട്ട് ഇറങ്ങടി. ആരാ നിങ്ങള്? ഇങ്ങോട്ട് ഇറങ്ങടി. ഇങ്ങോട്ട് ഇറങ്ങണോ? ദേവരാജൻ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാറാവടാ. വന്നി നിന്റെ വീടിന് വിലയിട്ട് ഞങ്ങൾ തന്ന പുത്തം കൊണ്ട് 10 സെന്റ് സ്ഥലം വാങ്ങി അവിടെ ചാഞ്ഞോണം. അല്ല, പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാനാണ് ഭാവമെങ്കിൽ തൊലച്ചു കളയും പരട്ട കിളവ. എന്റെ കൊക്കി ശ്വാസം ഉണ്ടെങ്കിൽ നിന്നെ ഒന്നും എന്റെ തറവാട്ടി വാഴിക്കത്തില്ലടാ. ഞാൻ പറയുന്നത് കേൾക്കാം. അശോക് സാർ എന്താ ഇത്? ആ മാഷ് വരും പാവം, അങ്ങനെ ഒന്നും ചെയ്യില്ലേ? ആ കുട്ടി ഉപദ്രവിക്കില്ലേ? നിന്നോടല്ലേ പറഞ്ഞ അടിക്കരുന്നു? ചുരണ്ടി ചുരണ്ടി പോലീസുകാരന്റെ നെഞ്ചത്താണോടാ കളി? ആണെങ്കിൽ
സർ, വന്നിട്ട് ഒരാഴ്ച തികച്ചായില്ലല്ലോ. അതിനു മുമ്പ് യു ഹാവ് ബിക്കം എ ബേണിംഗ് പെയിൻ ദ ആസ്. ഐ ഡോണ്ട് ഗെറ്റ് യു, സർ. യു കിട്ടിയവരാ? നോ, ഞാൻ സംസാരിക്കാം. ഐ വിൽ ഡു ദ ടോക്കിംഗ്. ആ മിസ്റ്റർ ഭദ്രൻ, ഈ സർക്കാരിന്റെ പോലീസ് നയം വ്യക്തമാണ്, സുതാര്യമാണ്. മുഖം നോക്കാതെ എല്ലാവർക്കും തുല്യനീതി. ഒരു സിവിൽ സൊസൈറ്റിയിൽ പോലീസ് ഒരിക്കലും മാന്യത കൈവിട്ട് പെരുമാറരുതെന്ന് ഈ സർക്കാരിന് നിർബന്ധമുണ്ട്. എന്നിട്ടും പോലീസ് അതിക്രമത്തെക്കുറിച്ചുള്ള പരാതികളാണ് എങ്ങും എവിടെയും. നാട്ടുകാരുടെ നെഞ്ചത്ത് കൈത്തെരുപ്പ് തീർത്ത് രസിക്കുന്ന കാട്ടാളന്മാരെ ഫോഴ്സിന് ആവശ്യമില്ല. ഫോർ ഇൻസ്റ്റൻസ്, ഇന്നലത്തെ ഇൻസിഡന്റ് ഒരു കാര്യവുമില്ലാതെയാണ് താൻ ചിലരുടെ നടുറോട്ടിലിട്ട് തല്ലിച്ചതച്ചത്. ഇന്നത് പത്രത്തിന്റെ മുൻപേജ് വാർത്തയാണ്. That too with a telling photograph. ഞാൻ തന്റെ സർവീസ് റെക്കോർഡ് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കി. ഇറ്റ് ഈസ് somewhat sleazy. സ്വന്തം ശരി നാട്ടുകാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതും കയ്യൂക്ക് കാട്ടി അവരെ വിരട്ടുന്നതും തനിക്കൊരു പതിവാണല്ലേ? ഈ മന്ത്രിസഭയുടെ പ്രതിച്ഛായ തകർക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ മുമ്പ് ഭരിച്ചവരോട് ഒടുങ്ങാത്ത കൂറുള്ള ചില IAS-കാരും പോലീസുകാരും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്താ താനാ കൂട്ടത്തിൽ പെടുവോ? താനെന്താ പരിഹസിക്കാണോ? അയ്യോ അല്ല സർ, പിടയുടെ മേൽ പറന്നു കയറാൻ ചിറക് വിടർത്തി നിൽക്കുന്ന ചില കൊഴുത്ത കോഴികളെയും അതിനേക്കാളും മുഴുത്ത കോഴിക്കള്ളന്മാരെയും വഹിക്കുന്ന അങ്ങയുടെ ഈ പുകഴ്പെറ്റ മന്ത്രിസഭയുടെ പ്രതിച്ഛായെക്കുറിച്ച് ഓർത്തപ്പോ ഞാൻ അറിയാതൊന്ന് ചിരിച്ചു പോയതാണ് സർ. ഭദ്രൻ, ഞാനൊന്ന് പറയട്ടെ സർ. കണ്ടവന്റെ നെഞ്ചത്ത് കൈത്തെരുപ്പ് തീർക്കുന്ന പോലീസിന്റെ കാടത്ത് അല്ലേ? വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴും സർക്കാരിന്റെ ഭരണപാഠവും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ നിങ്ങളെപ്പോലുള്ളവരെ വഴിയിൽ തടയുമ്പോഴും കോളേജ് മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് ചില MLA-മാരുടെ പ്രതിപക്ഷ സന്താനങ്ങൾ നാട്ടുകാർക്ക് നേരെ ബോംബെറിഞ്ഞ് കളിക്കുമ്പോഴും നെഞ്ചും വിരിച്ച് മുമ്പിൽ നിൽക്കാൻ അങ്ങിപ്പോൾ പുച്ഛിച്ചില്ലാതാക്കിയ കാടൻ പോലീസുകാരനില്ലേ, അവനെ ഉള്ളൂ സർ. അവൻ പ്രാണഭയം കൊണ്ട് ഓടിയാൽ അപമാനം, മേലാളന്റെ ഉത്തരവ് കേട്ട് വെടിവെച്ചാൽ സ്തോപം, വെടിവെച്ചില്ലെങ്കിൽ അത്ഭുതം, അവൻ രക്തം വാർന്ന് പെടഞ്ഞു മരിച്ചാൽ ആകാശത്തേക്ക് 3 ആചാര വെടി, അത്രേ ഉള്ളൂ. അയ്യോ, ഞാൻ ഈ പറയുന്നത് ബഹിരാകാശത്തുള്ള സകല നക്ഷത്രങ്ങളെയും പറിച്ചെടുത്ത് തോളിൽ ചാർത്തിരിക്കുന്ന അങ്ങേപ്പോലുള്ള വലിയ ഏമാമാരെ കുറിച്ചേയല്ല, നിങ്ങളെപ്പോലുള്ളവർക്ക് വിഴുപ്പലയ്ക്കും വിടുവേല ചെയ്തും പിഴയ്ക്കുന്ന വിനീത ദാസന്മാരെ കുറിച്ചാണ്. സാമ്പത്തിക മാന്ദ്യം പരിഹരിക്കാൻ സർക്കാർ ജീവനക്കാരന്റെ വേതനത്തിൽ നിങ്ങൾ കൈയിട്ട് വാരിയപ്പോൾ പോലും പ്രതിഷേധിക്കാതെ ബെൽറ്റ് മുറുക്കി കെട്ടി പിന്നെയും നിങ്ങളെ സെല്യൂട്ട് ചെയ്ത് റാൻ മൂളി നിൽക്കുന്ന പാവം സാധാ പോലീസുകാരനില്ലേ, അവനെ കുറിച്ച്. ദാ നോക്ക്, അങ്ങനെ ഒരുത്തനെ ചവിട്ടി മെതിച്ചു ഈ ഇന്റർനാഷണൽ പുല്ലന്റെ മോൻ. ഒരു സാധു മനുഷ്യനെയും കുടുംബത്തെയും തെരുവിലേക്ക് ഇറക്കി വഴിയാധാരമാക്കി. അത് കണ്ട് ആരുടെയും രക്തം തിളച്ചില്ല, ഒരുത്തന്റെ നീതിബോധം ഉണർന്നില്ല. കുറെ നേരമായി നിന്റെ ഈ മൂപ്പിക്കല്. ഇദ്ദേഹം നല്ല ബുദ്ധി പറഞ്ഞു നിനക്ക് അനുസരിക്കാൻ പറ്റത്തില്ലല്ലോ മോനെ. നീ വെറും സർക്കിൾ മീൻസ് സൈഫർ, നത്തിങ്, ശൂന്യം, വെറും പൊള്ള. നീ എത്ര ആഞ്ഞു ചവിട്ടിയാലും ക്ലച്ച് പിടിക്കത്തില്ല. കൂടുതൽ നെകളിച്ചാലേ എഴുതി തൊലച്ചുകളയും ഞാൻ. പണ്ട് നിന്നെപ്പോലൊരുത്തൻ വയ്ക്കത്തുണ്ടായിരുന്നു. ഒറ്റ കാച്ച ഫ്രണ്ട് പേജിൽ 4 കോളം. മൃതദേഹത്തിൽ കയറി മറ്റേ പണി ചെയ്തെന്നു ചുമ്മാ. അവന്റെ പിള്ളേരും കെട്ടോളും ഞങ്ങളുടെ മുമ്പിൽ വന്ന് പെറ്റി കിടന്നു. വാർത്ത തിരുത്തണമെന്നും പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തിരുത്തിയോ? ഏയ് ഇല്ല. അവന്റെ ജീവിതം കുട്ടിച്ചോറായി. അതാണ് ഈ പേനയുടെ ഒരു ശക്തി. എഴുതടാ നാറി, എന്നെ പറ്റി ഒരു തെരക്കഥ നിന്റെ പത്രത്തില്. നട്ടാക്കിളിക്കാത്ത നുണകളുടെ 80 ലക്ഷം കോപ്പികൾ അടിച്ച് കട്ടൻ കാപ്പിക്കൊപ്പം മലയാളിക്ക് വിളമ്പുന്ന നിന്റെയൊക്കെ മുമ്പിൽ വന്ന് മുട്ടൂത്തി പ്രാർത്ഥിക്കാനൊന്നും എന്നെ കിട്ടില്ലടാ. പകരം നിന്നെ ഇങ്ങനെ പിടിച്ച് കോരവള്ളി വലിച്ചൂരി പൂളിക്കളയും ഞാൻ, പൂളി കേട്ടോടാ. ഒരുപാട് പാവങ്ങളുടെ ജീവിതം മുടിച്ച ഈ വിഷസൂചി ഇനി നിന്റെ കൈ വേണ്ട. ഈ ധിക്കാരത്തിന് താൻ വലിയ വില നൽകേണ്ടി വരും. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. നല്ല നട്ടലുള്ളവൻ ഒരു മരണമേ ഉള്ളൂ. സ്വയം വിറ്റും മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുത്തും ജീവിക്കുന്ന തനിക്കത് മനസ്സിലാവില്ല. ചാർജ് ചെയ്ത കേസുമായി ഞാൻ മുമ്പോട്ട് പോകും. കുറ്റം ചെയ്തത് കൊടികെട്ടിയ കൊമ്പനായാലും ശരി, അവനെ ഈ ഭദ്രൻ തളച്ചിരിക്കും. ടേക്ക് മൈ വേർഡ് ഫോർ ദാറ്റ്. കേട്ടോടാ.
ഊമ്മൻ കോശി